ഇന്ന് ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് അനസ്തീഷ്യയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ ജനറൽ അനസ്തീഷ്യയെ പറ്റിയും സ്പൈനൽ അനസ്തീഷ്യയെ പറ്റിയും ലേബർ എപ്പിഡ്യൂറലിനെ പറ്റിയൊക്കെ കേട്ട് കാണുമല്ലോ. പക്ഷേ ഇതെല്ലാം കൊടുക്കുന്ന സമയത്ത് ഇതിന് ചില ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ബോധവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ജനറൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ രോഗിയെ മയക്കി പേശികളുടെ എല്ലാം ബലം കുറച്ച് സർജറിക്ക് ഫിറ്റാക്കി എടുക്കുന്ന പ്രക്രിയയ്ക്കാണ് ജനറൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി പലതരം ഡ്രഗ്സ് ഉപയോഗിക്കും. എന്നിട്ട് അനസ്തീസിയോളജിസ്റ്റ് രോഗിയുടെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം അവരുടെ നിയന്ത്രണത്തിലായിരിക്കും. ഫുൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പേഷ്യൻറ്റ് ആണ് അനസ്തെറ്റിസ്റ്റ് ഏറ്റെടുക്കുന്നത്. അപ്പം ഒരു സർജറി സക്സസ്ഫുൾ ആണെന്ന് പറയുമ്പോൾ സർജൻ്റെ സക്സസ് മാത്രമല്ല, അത് ഇറ്റ്സ് മെയിൻലി 60% അനസ്തീഷ്യോളജി ആൻഡ് ദ റെസ്റ്റ് 40% ആണ് സർജറി സക്സസ് വരുന്നത്. കാരണം ഒരു സർജൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്ലീഡിങ് വന്ന് പ്രഷർ കുറഞ്ഞു, ഹാർട്ട് റേറ്റ് കുറഞ്ഞു, അത് മുഴുവൻ മാനേജ് ചെയ്യുന്ന അനസ്തീഷ്യോളജിസ്റ്റാണ്. അപ്പോൾ ഇതിന് പല പല ഡ്രഗ്സ് കൊടുക്കും. നിങ്ങളൊക്കെ പേപ്പറിനകത്ത് വായിച്ച് കാണും, രോഗി അബോധാവസ്ഥയിൽ തുടരുന്നു, അനസ്തീഷ്യ ഡ്രഗിൻ്റെ അളവ് കൂടിപ്പോയി. ഇത് കംപ്ലീറ്റ്ലി തെറ്റായ ഒരു ധാരണയാണ്. കാരണം ജനറൽ അനസ്തീഷ്യയ്ക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഒരു രോഗിയുടെ പ്രായം, ബോഡി സ്ട്രക്ചർ, അവരുടെ വെയ്റ്റ്, അവരുടെ ബാക്കി അവയവങ്ങളുടെ പ്രവർത്തനം ഇതിനെയെല്ലാം ആസ്വദിച്ചാണ് ഞങ്ങൾ ഡ്രഗ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊരു തെറ്റും വരാൻ സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷേ ചില സമയത്ത് രോഗി സർജറി കഴിഞ്ഞിട്ട് കണ്ണ് തുറന്നെന്ന് വരില്ല, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിൽ ചെയ്തിരിക്കും. അത് ആ രോഗിയുടെ പൂർവിക അസുഖങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് തീരെ കുറവാണ്, അല്ലെങ്കിൽ കിഡ്നികൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര അൺകൺട്രോൾഡായിട്ട് ഡയബറ്റീസ് അല്ലെങ്കിൽ BP ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ഉള്ള പേഷ്യൻറ്റിന് നമ്മൾ ജനറൽ അനസ്തീഷ്യ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ പേഷ്യൻ്റ് സർജറി കഴിഞ്ഞ് കണ്ണ് തുറക്കാനും പഴയ രൂപത്തിലാവാനും സമയമെടുത്തെന്നിരിക്കും. വെൻറ്റിലേറ്ററിൻ്റെ സഹായമൊക്കെ തേടേണ്ടി വരും. സോ ഇത് അനസ്തീഷ്യ ഡ്രഗിൻ്റെ കുഴപ്പമല്ല, പക്ഷേ അനസ്തീഷ്യ ഒരു ഡേഞ്ചറസ് സ്പെഷ്യാലിറ്റിയും കൂടിയാണ്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡ്രഗ്സ് കൊടുക്കുകയും വളരെ ശ്രദ്ധയോടെ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്താൽ മാത്രമേ പേഷ്യൻറ്റിനെ നമുക്ക് ജനറൽ അനസ്തീഷ്യ കഴിഞ്ഞിട്ട് പൂർവികാവസ്ഥയിൽ കൊണ്ടുവരാൻ പറ്റൂ.